അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പത്രസമ്മേളനം നമ്മൾ വിളിച്ചത്. തീർച്ചയായിട്ടും അത് അവർ പരാതി കൊടുക്കുന്നത് ആൾക്ക് അവരെ ഇഷ്ടമാണ്. നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മളത്. അല്ല, അങ്ങനൊന്നുമില്ല. അല്ല, അതൊന്നും ഞാൻ അങ്ങനത്തെ വിവാദത്തിലേക്കൊന്നും അതിനൊന്നും താല്പര്യമില്ല മാഡം. ഒരു വിവാദത്തിലേക്കില്ല. ഇന്നെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ ഈ വിഷയത്തിനെ, അർജുൻ്റെ വിഷയത്തിനെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂട്യൂബ് തുടങ്ങിയത്. എന്തെങ്കിലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷൻ നമ്മൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത് മൊത്തം കേരളത്തിലെ മലയാളികൾ മൊത്തം, അത് ലോകത്തെവിടെയൊക്കെ മലയാളികളുടെ ഓരോ ആവശ്യപ്രകാരമാണ് അതായത് മറന്നു പോകാൻ ഏറ്റവും എളുപ്പമാണ്. ഞാൻ ആളുകളെ വീണ്ടും മറന്ന ആളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ഓർമ്മിപ്പിച്ചിട്ട് തന്നെയാണ് ഇത് 3ാം ഘട്ടത്തിലും എത്തിച്ചത്. അത് വേറെ വിഷയം. പക്ഷെ എത്തിക്കാൻ ഉപയോഗിച്ച മാധ്യമമായിരുന്നു ഈ യൂട്യൂബ് ചാനൽ. സമയങ്ങൾ അവരെ കൂടുതലുള്ള ആളുകൾക്ക് പറയാണ്. അപ്പോഴൊക്കെ ഉണ്ടായത് പലപ്പോഴും അവൻ്റെ ഫോണിന് യാതൊരു ഒഴിവുണ്ടായില്ല. അതുപോലെ ഫോൺ വെക്കാനും കഴിയില്ല. ടെൻഷനാണ്. അപ്പോഴാണ് അങ്ങനെ ഒരുപാട് കോള് അറ്റൻഡ് ചെയ്ത് കാര്യം പറയുന്നതിനും ബെറ്റർ ഒരു അപ്ഡേഷൻ അതിലിട്ട് കൊടുക്കുമ്പോൾ അത്രയും ആളുകൾക്ക് അറിയാനുള്ള ഒരു മാധ്യമം എന്നുള്ള കൂടെയൊക്കെയാണ് അത് കണ്ടിട്ടുള്ളൂ. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ അതൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അർജുൻ്റെ പേരിൽ വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന മാതിരിയുള്ള കാര്യമില്ല സാറേ. ഞാൻ യൂട്യൂബ് ചാനൽ എൻ്റെ ഇഷ്ടപ്രകാരം ഞാനാണ് എല്ലാ കാര്യങ്ങൾക്കും എന്തായത് ഇന്റേതായ ഒരു ശൈലിയിൽ പോയത്. പ്ലീസ് അങ്ങനെയുള്ള ഒരു വിവാദ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ചോദിച്ചോളൂ. എന്താണ്? അല്ല, അതൊന്നും ഞാൻ ഈ വിഷയത്തിൽ ഞാൻ എടുത്ത ചില കാര്യങ്ങളൊന്നും അവരായിട്ട് ചർച്ച ചെയ്യാൻ ചില സമയത്ത് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം അവരിപ്പോൾ എന്നോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണ് ഈ വിഷയത്തിൽ പോയത്. അല്ലല്ലോ, അവരെന്നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതൊന്നും പല ഘട്ടത്തിലും കമ്മ്യൂണിക്കേറ്റ് നമ്മൾ അതിന്റെ തർക്കത്തിലേക്കാണ്. ഇതിങ്ങനെ മാധ്യമ പ്രവർത്തകർ ഈ കാര്യത്തിൽ പ്രത്യേകം ഞാൻ പറയാണ്, നിങ്ങളിത് തർക്കത്തിലേക്കാണ് കൊണ്ടുപോകണമെങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിനോണ്ടാണ് നമ്മൾ ഫാമിലി ഇവിടെ കൂടിയത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. എന്തൊക്കെയോ ചെറിയ കാര്യത്തിന് ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അതിൽ ആരെ ഭാഗമായാലും അത് നമ്മൾ മലയാളികൾക്ക് മൊത്തം മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ദയവ് ചെയ്തിട്ട് നമ്മളിതൊരു എന്താ പറയുക, ഇതൊരു ഒരുമിപ്പിച്ച ഒരു സഹോദര്യത്തിൽ പോണ ഒരു കാര്യമാണ്. ഞാനും മാൽപ്പയും നാടകം കളിച്ചത് ജനങ്ങൾക്ക് ഇത് മൊത്തം ഓപ്പൺ. ഇത് മുഴുവൻ എന്താണ് ഓപ്പൺ ഡോക്യുമെന്റ് ആണ്. നിങ്ങൾ മൊത്തം കണ്ടതാണ്. നമ്മളെ കരച്ചിലും എൻ്റെ കണ്ണീരും ഒരു നാടകമാണെന്നുണ്ടെങ്കിൽ 3ാം ഘട്ടത്തിലാണല്ലോ കരഞ്ഞത്. അതുവരെ കരഞ്ഞിട്ടില്ലല്ലോ, പിടിച്ചു നിന്നില്ലേ. ആ സാധനം കിട്ടിക്കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ വൈകാരികമായിട്ട് എന്താവും അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും. 72 ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഫാമിലിനെ സംബന്ധിച്ചോളം 72 കൊല്ലത്തെ ഒരു പ്രയത്നമായിപ്പോയി. ആ സമയത്ത് വൈകാരികമായിട്ട് ആരായാലും പെരുമാറും. അത് ചില ആളുകൾക്ക് അതൊരു നാടകമായിട്ട് തോന്നും. അതൊന്നും എന്താ പറയുക, അതൊന്നും അതിലൊന്നും കാര്യമില്ല. ഇല്ല, അത് നമുക്ക് അത്ര ഉള്ളൂ. ചോദിച്ചില്ലല്ലോ, ബൈക്ക് ഇപ്പോൾ അർജുൻ്റെ ബൈക്ക് ഇവിടെ എത്തിയതിൻ്റെ ഒരു വിശദീകരണമാണ് ഇതിൽ. ബൈക്ക് അർജുന് ഞങ്ങൾ ഓഫീസിൽ ലാസ്റ്റ് പോണതിൻ്റെ കുറച്ച് ദിവസം മുന്നേ, അതായത് 1-2 ട്രിപ്പ് മുന്നേ, 1 മാസം മുന്നേ അങ്ങനെ എന്തോ ആയിട്ട് വണ്ടി ഞങ്ങളെ ഓഫീസിൽ വെച്ച് പോയ വാഹനേനു. അത് അവിടുന്ന് എടുത്തിട്ട് ആ വാഹനം ഞങ്ങൾ ഈ കുളങ്ങരപ്പിടി പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു വർക്ക്ഷോപ്പിൽ ഞാനാണ് കൊണ്ടുകൊടുത്തത്. അതിനുശേഷം അതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ചെയ്യണോ എന്ത് ചെയ്യണോ എന്നുള്ളതൊക്കെ അർജുനായിരുന്നു പറഞ്ഞു കൊടുത്തത്. അർജുൻ കൊടുത്ത പ്രകാരം വർക്ക് നടക്കുകയും അർജുൻ അപകടം സംഭവിക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ആ ബൈക്കിൻ്റെ എല്ലാ പൈസയും അർജുൻ എന്നാണ് ആ ബൈക്കിൻ്റെ വർക്ക്ഷോപ്പുകാരന് കൊടുത്തത്. അത് കഴിഞ്ഞ് അപകടം സംഭവിച്ചു ഒരു ആഴ്ച അങ്ങനെ എന്തോ ആകുമ്പോഴേക്കും അവർ ആ വാഹനം അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച വാഹനമാണ്. അത്രേ ഉള്ളൂ. അതിൽ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഒന്നുപാട് നോക്കി മനാഫ്ക അത് ആ വാഹനം മനാഫ്ക അവിടെ കൊണ്ട് അതിലൊന്നും അതൊക്കെ ഒരു ചെറിയ വിഷയങ്ങളാണ്. അത് ആയി
ആ യൂട്യൂബർ അതിനൊരു വർണ്ണന നൽകിയത് മാത്രമാണ് ഇപ്പോൾ ഒരു പൈസ കൊടുത്തു എന്ന് പറഞ്ഞില്ല. മനാഫ്ക ആ പൈസ കൊടുത്തു അല്ലെ പെയിന്റ് അടിച്ചെന്നൊന്നും പറഞ്ഞ ആ യൂട്യൂബ് ചാനലിൽ കാണുന്നില്ല. അതുപോലെ ഞാനൊരു യാദൃശികമായിട്ട് ഇങ്ങനെ പറയല്ലോ ഇത് അർജുന്റെ ബൈക്കാണെന്ന് അങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇതൊന്നും അല്ല നമ്മളെ വിഷയം. നമുക്ക് ഓലായിട്ട് നല്ല സാഹചര്യത്തിൽ നിൽക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ആ വീട്ടുകാരായിട്ട് ഒരു വിഷമമില്ല. ആ അതെ, അവരും ആയിരുന്നു, അംഗമായിരുന്നു. അവര് അവിടുന്ന് പോണ എവിടെ വെച്ചിട്ടാണ് പറഞ്ഞാല് നമ്മൾ മുഖ്യമന്ത്രിന്റെ ഡോറിന്റെ മുന്നിൽ ഇരിക്കുകയാണ്, അടുത്തത് നമ്മളാണ് മുഖ്യമന്ത്രിന്റെ അടുത്തേക്ക് പോകേണ്ടത്. ആ സമയത്താണ് എന്താക്കുന്നത് അവര് കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിലൂടെ പറഞ്ഞിട്ട് എക്സിറ്റ് അടിച്ച് പോണത്. അതാണ് അതിന്റെ കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി എന്താക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ട് ആക്ഷൻ കമ്മിറ്റീൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാവും. അത് ആക്ഷൻ കമ്മിറ്റി നാളെ എന്താണെന്ന് തോന്നുന്നു മീറ്റിംഗ് കൂടുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓരെന്തായാലും, കാരണം ഓരെ പറ്റിയിട്ട് അലിഗേഷൻ പറഞ്ഞത് അവരാണ് തിരുത്തേണ്ടത്. അതിൻ്റെ ഭാഗമല്ല. അർജുനെ എങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തിയോ അതേമാതിരത്തെ ഒരു സ്ഥാനം തന്നിട്ട്, അർജുൻ്റെ ഫാമിലിനെ എങ്ങനെ ഉൾപ്പെടുത്തിയോ അതേ സ്ഥാനം തന്നിട്ട് നമ്മളെ ഉൾപ്പെടുത്തി. അത് തീർച്ചയായിട്ടും നമ്മൾ അവരെ കൂടെ നിന്നിക്കണ്. അതിൽ അവർ ചെയ്ത ഒരുപാട് പ്രവർത്തികളുണ്ട്. അത് ഞാൻ എപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കുന്നുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള ഒരു എന്താ പറയുക നന്ദി നമ്മൾ പ്രകടിപ്പിക്കും അവരോട്. അർജുന്റെ ഫോൺ റിങ് ചെയ്ത് അത് വീഡിയോയിലുണ്ടല്ലോ. അത് അർജുന്റെ ഫോൺ റിങ് അടിഞ്ഞത് അവര് വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പ്രകാരമാണ് അർജുന്റെ ഫോൺ റിങ് അടിഞ്ഞെന്നുള്ള ഒരിത് വന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തും നിൽക്കുന്ന സമയത്ത് ഒരു റിങ്ങും അടിഞ്ഞു. അതൊക്കെ ഒരേ ദിവസങ്ങളാണ് നടക്കുന്നത്. അത് എന്ത് അവിചാരിതത്തിൽ നടന്നതായിരിക്കാം എന്താ എന്നുള്ളത് സത്യാവസ്ഥ അന്ന് അറിയില്ല. ഞങ്ങൾ അന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഓനെ എവിടെ ജീവനോടെ ഉണ്ട് എന്നുള്ള സമയത്ത് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ്. അങ്ങനെ ഞങ്ങൾ അങ്കോലിൽ നിന്നും അന്ന് ഈ റോഡ് മണ്ണ് വീണത് കൊണ്ട് അടവായതുകൊണ്ട് ഞങ്ങൾ അത് ഒരു 30 കിലോമീറ്റർ അവിടെ ഉള്ള അന്ന് വന്ന മാധ്യമപ്രവർത്തകർക്ക് അറിയാം. ഇത് ഈ ഒരു കിലോമീറ്റർ പോകാൻ 40 കിലോമീറ്റർ റൗണ്ട് അടിച്ച് പോകേണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ ആ ഭാഗത്തേക്ക് കുമട്ട സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാരതൻസ് ഷോറൂമിൽ നിന്ന് വിളിക്കുന്നത് വണ്ടിയുടെ GPS ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ഞങ്ങളത് അപ്പം ഷോറൂമിൽ നിന്നായിരുന്നു പറഞ്ഞത്. അത് എന്നോടും ജിതിനോടും പറഞ്ഞതാണ്. ഞാൻ എവിടെയും വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിനൊക്കെ ഒരു അതായത് GPS കാര്യമൊക്കെ വന്നത്. അതൊന്നും ഇപ്പൊ നമ്മൾ ഈ ഒന്നാമത്തെ വിഷയം ഇതിൽ അതാണ് അഭിപ്രായ ഭിന്നത മാറ്റാൻ. അതെ അല്ല നമ്മളെ അല്ല ആരും ഇപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ ആരും നമുക്കിപ്പോ ഇത് ഞങ്ങൾക്ക് അർജുൻ്റെ ഒപ്പം ലഭിച്ച് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് അർജുനെ ലഭിച്ച് ഇനിയിപ്പോ നമ്മൾ ഇത് അവര് ചെയ്ത് ഇവര് ചെയ്ത് ഇവരെടുത്ത് നമ്മൾ പറയേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ആ ചർച്ചകളിലൊക്കെ കടക്കുമ്പോൾ ആ കുടുംബത്തിനെ വേദനിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അലിഗേഷൻ ആവശ്യം. അതുകൊണ്ട് നമ്മൾ അത്തരം ചർച്ചകൾ ഒഴിവാക്കിയിട്ട് ഇത് നല്ല രീതിയിൽ എങ്ങനെ തീർക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം.